കുറച്ച് നാളുകളായി ബംഗ്ലാദേശ് തങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ രാഷ്ട്രപിതാവിനെ തന്നെ അവർ കളഞ്ഞിരിക്കുകയാണ്. അവർക്ക് വേണ്ടാതായിരിക്കുമോ? എന്തായിരിക്കും ഇങ്ങനൊരു അവസ്ഥയ്ക്ക് കാരണം? എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ ബംഗ്ലാദേശ് വിമോചനത്തിന് കാരണക്കാരനായ മുജീബുർ റഹ്മാനെ അവർ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം, ഈ വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം മുജീബുർ റഹ്മാനായിരുന്നു അവരുടെ രാഷ്ട്രപിതാവ്. ആധുനിക ബംഗ്ലാദേശിൻ്റെ ശില്പി എന്ന് പറയാം നമുക്ക്. മുജീബുർ റഹ്മാനെ രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇപ്പോഴത്തെ ഈ വർത്തമാനകാല ബംഗ്ലാദേശ് ഭരണകൂടം മാറ്റും എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം ഈ മുജീബുർ റഹ്മാൻ്റേതായ യാതൊരു അടയാളങ്ങളും ചിഹ്നങ്ങളും അവശേഷിക്കരുതെന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് വളരെ നിർബന്ധമുണ്ട്. 1971 യുദ്ധത്തിൽ ഈ വെസ്റ്റ് പാകിസ്ഥാനോടൊപ്പം ചേർന്ന് ബംഗ്ലാദേശിൽ കൂട്ടക്കുരുതി നടത്തിയതും അതിന് നേതൃത്വം നൽകിയതും ജമാഅത്ത് ഇസ്ലാമിയാണ്. ഈ ബംഗ്ലാദേശ് പൗരന്മാരെ, അവിടെ ഉണ്ടായിരുന്ന ഈ ബംഗ്ലാ ഭാഷയെ സ്നേഹിക്കുന്ന വംഗ സംസ്കാരത്തെ നെഞ്ചേറ്റുന്ന ഒരു ജനതയെ വംശഹത്യയ്ക്ക് വിധേയമാക്കാനായിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ഉദ്ദേശം. അതിലവർ അല്പമൊക്കെ വിജയിക്കുകയും ചെയ്തു. വലിയ തോതിലായിരുന്നു അന്ന് അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്ക് ഒഴുകിയത്. പക്ഷേ ഇന്ത്യ സമയത്തിന് ഇടപെടുകയും സമർത്ഥമായിട്ട് അവിടെ വിജയിക്കുകയും ചെയ്തതുകൊണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയും വെസ്റ്റ് പാകിസ്ഥാനും ആയുധം വെച്ച് ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങി. അങ്ങനെ ബംഗ്ലാദേശ് സ്വതന്ത്രമായി. അവർക്ക് പുതിയൊരു രാഷ്ട്രം, ബംഗ്ലാദേശ് എന്ന് പറയുന്ന പുതിയൊരു രാജ്യം കൂടി ഈ ഭൂപടത്തിൽ ഉണ്ടായി. അത് അവരെ സംബന്ധിച്ച് ആ പാകിസ്ഥാൻ്റെയും അന്നത്തെ വെസ്റ്റ് പാകിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും അജണ്ടകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഈ ബംഗ്ലാദേശിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക, ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുക, ശരീഅത്ത് തിരികെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ മുജീബുർ റഹ്മാനും മുജീബുർ റഹ്മാൻ്റെ പരമ്പരയും അവിടെ നിന്ന് തുടച്ചു നീക്കുക എന്നുള്ളത്. ഇപ്പോഴും നമുക്കറിയാം, ജമാഅത്ത് ഇസ്ലാമിയാണല്ലോ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ്, അവരുടെ ചരിത്രം ഉയർത്തിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ സ്വന്തം രാജ്യം സ്ഥാപിച്ച വ്യക്തിയെ തന്നെ ഇല്ലാതാക്കുന്നതിലൂടെ ആ രാജ്യം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിന് ആ രാജ്യത്ത് നിന്നുള്ള ജനങ്ങൾ തന്നെ പിന്തുണയ്ക്കുകയാണോ? രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും പിന്തുണയ്ക്കുകയല്ല. പക്ഷേ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന്, ബ്രെയിൻ വാഷിങ്ങിന് വിധേയമായ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവിടെ ഉണ്ട്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികളിൽ, ചെറുപ്പക്കാരിൽ വലിയ ആവേശം അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ പറയുന്നത് പോലെ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ അവർ അത് സാധിച്ചെടുത്തു. വലിയ തോതിൽ അവിടെ ഈ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരിനെതിരെ, ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെതിരെ പ്രക്ഷോഭം ആളിക്കത്തി. വിദ്യാർത്ഥികളെ തെരുവിലിറക്കി, പുതുമുതൽ നശിപ്പിച്ച് അവസാനം നിക്കക്കള്ളിയില്ലാതെ ഷെയ്ഖ് ഹസീന രാജ്യം വിടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. അങ്ങനെ വന്ന ഒരു രാഷ്ട്രം, ഒരു അവസ്ഥ, ഒരു സാഹചര്യം, അത് ഈ പറയുന്നത് പോലെ അവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പാവ സർക്കാരിനെ അവിടെ കൊണ്ടുവരുന്ന തരത്തിലേക്ക് അത് മാറി. ജമാഅത്ത് ഇസ്ലാമി നേരിട്ട് അവിടെ ഇടപെടുന്നതിന് പകരം, ഭരണം കൈയാളുന്നതിന് പകരം അവരുടെ ഒരു നോമിനിയെ, മുഹമ്മദ് യൂനസ് എന്ന് പറയുന്ന ഒരു പ്രതിനിധിയെ വെച്ച് അവർ ഭരിക്കുകയാണ്. ഈ മുജീബുർ റഹ്മാൻ അറിയപ്പെട്ടിരുന്നത് തന്നെ വംഗബന്ധു എന്ന പേരിലാണ്. അപ്പോൾ വംഗ സംസ്കാരത്തിനോട് അദ്ദേഹത്തിന് വലിയ പ്രതിബദ്ധതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ആ വംഗ സംസ്കാരത്തെയും വംഗഭാഷയും ബംഗ്ലാ ഭാഷയും നെഞ്ചിലേറ്റിയ ഒരാളായിരുന്നു. നല്ല കാഴ്ചപ്പാടുള്ള ഒരു നല്ല എന്താ പറയുക, ജനാധിപത്യത്തിലും ആധുനികതയിലുമൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ബംഗ്ലാദേശിനെ കുറിച്ച് വലിയ വലിയ സങ്കല്പങ്ങളുണ്ടായിരുന്നു. ആ സങ്കല്പങ്ങളെല്ലാം തച്ചു തകർക്കുന്ന കാഴ്ചയാണ് ബംഗ്ലാദേശിൽ അടുത്തിടെ കണ്ടത്. അദ്ദേഹം എക്കാലവും ഇന്ത്യയുമായിട്ട് നല്ല സഹവർത്തിത്വത്തിലാണ് പോയിരുന്നത്. അദ്ദേഹം രൂപീകരിച്ച പാർട്ടി, ഈ അവാമി ലീഗ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഈ 1971 ശേഷം ഇവിടെ അധികാരത്തിലൊക്കെ വന്നു, പലവട്ട അധികാരത്തിൽ വന്നു. അവിടെ പലപ്പോഴും പട്ടാള അട്ടിമറിക്കൊക്കെ ശ്രമങ്ങൾ നടന്നു, ചിലപ്പോഴൊക്കെ അട്ടിമറികൾ നടന്നു. പക്ഷേ ജനാധിപത്യം സമ്പൂർണ്ണമായിട്ടും ബംഗ്ലാദേശിൽ നിന്ന് അസ്തമിച്ചിരുന്നില്ല. ഇപ്പോൾ ആ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്ക് എന്ത് ജനാധിപത്യം, പോത്തിനെന്ത് ഏത്തവാഴ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് എന്ത് ജനാധിപത്യം.
അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല. അവർ മതരാഷ്ട്രവാദത്തിൽ, മൗദൂദിയൻ ആശയം തന്നെ അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഭരണം എന്നാണ് അവർ പറയുന്നത്. അത്തരത്തിൽ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് എങ്ങനെ ഈ മുജീബ് ഇങ്ങനെ ഈ ചരിത്രം ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന്റെ ഭാവി എന്താണ്? നാം അഫ്ഗാനിസ്ഥാനിൽ കാണുന്നതും പാകിസ്ഥാനിൽ കാണുന്നതും ഇറാനിൽ കാണുന്നതും ഇറാഖിൽ കാണുന്നതും അത് തന്നെയാണ് ബംഗ്ലാദേശിലും സംഭവിക്കാൻ പോകുന്നത്. പറയുന്നത് പോലെ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും സിറിയയിലും ഒക്കെ നാം കണ്ടുവരുന്ന ഇന്ന് അവിടെയൊക്കെ വർത്തമാനകാലത്ത് അവിടെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സർവ്വ കുഴപ്പങ്ങളും ഭാവിയിൽ, അനധിവിദൂര ഭാവിയിൽ ബംഗ്ലാദേശിലും ഉണ്ടാകും. ബംഗ്ലാദേശ് അതിൽ നിന്ന് ഒട്ടും അകലെയല്ല, വളരെ അടുത്താണ്. നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടും എന്നൊക്കെയുള്ളത് നമ്മുടെ തോന്നലുകളും നമ്മുടെ അറിവില്ലായ്മയുമാണ്. ബംഗ്ലാദേശിൽ ഇതൊന്നും വരാൻ പോകുന്നില്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വിഷവിത്തിനെ അത് അവിടെ പടർന്ന് പന്തലിച്ച് ജനങ്ങളുടെ ഉള്ളിൽ അതിരൂക്ഷമായി ഈ മതരാഷ്ട്രവാദത്തിൻ്റെ വിത്തുകൾ പാകിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ മറവിൽ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ബൗദ്ധർ, ജൈനർ, സിഖുകാർ ഒക്കെ ആക്രമിക്കപ്പെട്ടു, നിഷ്ഠൂരമായിട്ട് ആക്രമിക്കപ്പെട്ടു. സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അവിടെ കൊള്ളയും കൊള്ളിവെപ്പും ഉണ്ടായി. എന്തുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ മാത്രം ഇതുണ്ടാകുന്നു? എന്തുകൊണ്ട്? ഒരു കലാപമാണെങ്കിൽ അവിടെ എല്ലാ പ്രദേശത്തേക്കും അത് വ്യാപിച്ച് എല്ലാ വിഭാഗം ജനങ്ങൾക്ക് നേരെ ഉണ്ടാകണ്ടേ? വിദ്യാർത്ഥി പ്രക്ഷോഭം അങ്ങനെയല്ലേ? പക്ഷെ അങ്ങനെയല്ല. അവിടെ സംഭവിച്ചത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ മാത്രമാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. അത് നമുക്കറിയാം. അവിടെ ഒരു സന്യാസിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അദ്ദേഹം എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്? അദ്ദേഹം പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഏത് ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നു? ഇതൊന്നും വ്യക്തമല്ല. അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്നാണ് പറയുന്നത്. ഒരു സന്യാസി രാജ്യദ്രോഹ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തിനെ ജയിലിലടയ്ക്കുക, വിചാരണ കൂടാതെ തടങ്കലിൽ പാർപ്പിക്കുക. ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലായിരുന്നു ഇത്തരത്തിൽ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, UAPA ചുമത്തപ്പെട്ട് കുറേ ആൾക്കാർ തിഹാർ ജയിലിലും ഒക്കെ കിടപ്പുണ്ട്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചിട്ട്. പക്ഷേ അവർക്ക് നിയമസഹായം കിട്ടുന്നുണ്ട്. അവർക്ക് സുപ്രീം കോടതി വരെ പോകാം. കോടതികളിൽ കേസുകൾ നടക്കുന്നു. ട്രൈബ്യൂണലിൽ പോയി ട്രൈബ്യൂണൽ നിരോധനം ശരിവെച്ചു. നിയമപരമായ എല്ലാ വഴികളും അവർക്ക് തേടാം. ഒരിക്കലും അവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നേരെ തിരിച്ചാണ് പ്രചരിപ്പിക്കുന്നത്. ഇവിടെ വലിയ തോതിൽ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്നു. എന്നാൽ നേരെ മറിച്ച് തൊട്ട അയൽപക്കത്ത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും സിഖുകാരും ഒക്കെ കൊടിയ പീഡനമാണ് അനുഭവിക്കുന്നത്. അവരെ രക്ഷിക്കാൻ സത്യത്തിൽ ആരുമില്ല. അവരെ പോലുള്ളവരെ രക്ഷിക്കാനാണ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നത്. പക്ഷേ അവിടെ പോലും, നമ്മുടെ നാട്ടിൽ പോലും അതിനെ എതിർത്തുകൊണ്ട് കുറേ ആൾക്കാർ രംഗത്ത് വന്നത് നമ്മൾ കണ്ടു. അവരെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ നേതൃത്വങ്ങൾ അവരെ കൊണ്ട് ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ ന്യൂനപക്ഷങ്ങളെ കൊണ്ട് ആ നിയമത്തിനെതിരെ, ആ ഭേദഗതിക്കെതിരെ തെരുവോരങ്ങളെ ഉടലക്കളമാക്കുന്ന, ചോര ചീറ്റി ഒഴുകുന്ന തെരുവോരങ്ങളാക്കി മാറ്റുന്ന സമരം നമ്മൾ കണ്ടു. അതൊന്നും വിജയിച്ചില്ല. ഒക്കെ അതിൻ്റെ ആ തുടക്കത്തിലുണ്ടായ ആ ഒരു ആവേശം മുന്നോട്ട് കൊണ്ടുപോകാൻ ആർക്കും സാധിച്ചില്ല. കാരണം ജനങ്ങളെ യാഥാർത്ഥ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ആ നിയമം ഇപ്പോൾ പ്രാവർത്തികമായി കഴിഞ്ഞു. എങ്കിലും ഈ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഒക്കെയുള്ള ഈ നിസ്സഹായരായ ന്യൂനപക്ഷങ്ങളെ ആർക്കും രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഈ ബംഗ്ലാദേശിൻ്റെ കഥ പറഞ്ഞാൽ, മുജീബ് റഹ്മാൻ മനുഷ്യസ്നേഹിയായ ഒരു നല്ല മനുഷ്യനായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അതുകൊണ്ടാണല്ലോ ആ പാരമ്പര്യം പിന്തുടരുകയും അദ്ദേഹത്തിൻ്റെ മകൾ അവിടെ പ്രധാനമന്ത്രിയാകുകയും 70% വോട്ട് നേടിയാണ് അവർ അധികാരത്തിൽ വന്നത്. അതുപോലെ അവരുടെ എതിരാളി ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടി BNP എന്ന് പറയുന്ന പാർട്ടിയെ വലിയ അളവിൽ അവരവസാനം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ പിന്മാറി. കാരണം മത്സരിച്ചാൽ തോൽക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. അവരുടെയും സഹായം ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അവർ മുജീബ് റഹ്മാനെ അങ്ങനെ തള്ളി പറഞ്ഞിരുന്നില്ല. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രധാന അജണ്ടയാണ് മുജീബ് റഹ്മാനെ സംബന്ധിച്ച യാതൊരു അടയാളങ്ങളും അവശേഷിക്കാതെ, ഒരു ശേഷിപ്പുകളും അവിടെ ഉണ്ടാകാതെ, അദ്ദേഹത്തിൻ്റെ സ്മരണ പോലും, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും അവിടെ നിന്ന് ഇല്ലാതെയാക്കണം, അവിടെ നിന്ന് അകറ്റിക്കളയണം എന്നുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുടെ അജണ്ടയാണ്. അതിന് അവർ പരിശ്രമിക്കുന്നു. അതിൽ ഒട്ടൊക്കെ അവർ വിജയിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ കറൻസി നോട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രം മാറ്റി ഇപ്പോഴിതാ രാഷ്ട്രപിതാവ് എന്ന സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തിരിക്കുക.